പിന്നെ നമ്മളൊക്കെ തന്നെ മനുഷ്യരാണ്. നമ്മൾ പലപ്പോഴും നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ആളുകളുമായിട്ട്, ബന്ധുക്കളാകാം, സുഹൃത്തുക്കളാകാം, അതല്ലെങ്കിൽ നമ്മളുമായിട്ട് സൗഹൃദമുള്ള, നമുക്കുമായിട്ട് പല തരത്തിലുള്ള ബന്ധങ്ങളുള്ള, പരസ്പരം സ്നേഹമുള്ള പലരും ഉണ്ടാകും. അപ്പോൾ ഇവരുമായിട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് ചില തർക്കങ്ങളും പ്രശ്നങ്ങളും വഴക്കുകളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമങ്ങളൊക്കെ ഉണ്ടാകും. ചില സന്ദർഭങ്ങൾ നമ്മൾ അത്തരം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പറയാറുണ്ട്, ഇനി നീയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, ഇനി നിന്നോട് ഞാൻ കണ്ടാൽ പോലും മിണ്ടില്ല, നിന്നോട് ഇനി ഒരു കാര്യത്തിൽ ഇനി സഹകരണവുമില്ല, അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട. ഇനി ചിലർ പറയും, ഞാനിനി ഈ വീട്ടിൽ കാലുകുത്തില്ല, ഇനി ഞാൻ ഈ വീട്ടിൽ കാലുകുത്തില്ല, നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധവും ഇല്ല. ഇനി ചിലർ കുറച്ചുകൂടെ കടത്തി പറയും, ഇനി എന്തെങ്കിലും ഒരു പക്ഷേ ആരുടെയെങ്കിലും മുമ്പിൽ ഞാൻ കൈ നീട്ടേണ്ടി വന്നാൽ പോലും നിൻ്റെ മുന്നിൽ ഞാൻ വരില്ല എന്ന് പറയാറുണ്ട്. ചിലർ അതിനേക്കാൾ കടത്തി പറയും, നീ ചത്താലും ഇനി ഞാൻ നിന്നെ തിരിഞ്ഞു നോക്കില്ല, ഞാൻ ചത്താൽ നീ എൻ്റെ ബോഡി കാണാൻ പോലും വരരുത്. ഇങ്ങനെയൊക്കെ കടുപ്പിച്ചങ്ങ് പറഞ്ഞു കളയും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ, ഇതൊന്നും നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ, കുറേ കാലം നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. കാരണം ഇന്ന് നമ്മൾ വെറുക്കുന്ന ആളുകളെ നമ്മൾ നാളെ അതിനേക്കാൾ കൂടുതൽ സ്നേഹിച്ചെന്നിരിക്കും. സ്നേഹിക്കേണ്ട സാഹചര്യം വന്നു ചേർന്നെന്നിരിക്കും. ഇന്ന് നമ്മെ ഏറ്റവും അധികം വെറുത്തു പോയ ആളുകൾ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ സ്നേഹത്തോടെ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വന്നെന്നിരിക്കും. ഒരുപക്ഷെ നമ്മൾ ഇനി ഒരിക്കലും മിണ്ടില്ല, സംസാരിക്കില്ല എന്നൊക്കെ നമ്മൾ പ്രതിജ്ഞ ചെയ്തിട്ടുള്ള പല ആളുകളും നമ്മുടെ ആപത്ഘട്ടങ്ങളിൽ ചിലപ്പോൾ നമുക്ക് സഹായമായി ഓടിയെത്തിയെന്നിരിക്കും. ചിലപ്പോൾ നമ്മൾ വെറുത്ത ഈ വ്യക്തികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ, നമ്മുടെ മനസ്സാക്ഷി അനുവദിക്കാതെ അവർക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ആദ്യം നമ്മൾ തന്നെ ഓടിച്ചെന്നു എന്നിരിക്കും. ചില പിണക്കങ്ങളൊക്കെ ഏതാനും നിമിഷങ്ങളിൽ അവസാനിക്കുന്നതാണ്. എന്നാൽ ചിലത് ദിവസങ്ങളിൽ അവസാനിക്കുന്നതാണ്. ചിലത് ചിലപ്പോൾ മാസങ്ങളോ ആണ്ടുകളോ ഒക്കെ നീണ്ടു നിൽക്കും. പക്ഷേ ജീവിതത്തിൽ നമുക്ക് ആയുർദൈർഘ്യമുണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ഈ ജീവിതയാത്ര അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഇത്തരം ആളുകളോടൊക്കെ നമ്മൾ വീണ്ടും സഹകരിക്കേണ്ടി വരും. അവരുമായിട്ടൊക്കെ നമുക്ക് സ്നേഹപ്പെടേണ്ടി വരും. അങ്ങോട്ടും അതെ ഇങ്ങോട്ടും അതെ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും നമ്മൾ അറുത്ത് മുറിച്ച് അവസാന വാക്ക് ഒരിക്കലും പറഞ്ഞു കളയരുത്. കാരണം അങ്ങനെ പറയുന്ന വാക്കുകളൊന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പാലിക്കാൻ പറ്റില്ല. കാര്യം മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. കാരണം ഏതു സമയത്ത് ആരാണ് നമുക്ക് ഉപകാരപ്പെടുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഇന്ന് നമ്മോട് ഏറ്റവും അധികം സ്നേഹപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരായിരിക്കില്ല നമുക്ക് ചിലപ്പോൾ ഒരാപത്ത് വരുമ്പോൾ ഓടി വരുന്നത്. മറിച്ച് നമ്മളോട് അകന്നു നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അകറ്റി നിർത്തിയിരിക്കുന്ന ആളുകളായിരിക്കും ഒരുപക്ഷെ ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരിക. അതുകൊണ്ട് ആരെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ഒരവസാന വാക്ക് പറയാൻ പാടില്ല. അറുത്ത് മുറിച്ച് ആരോടും ഒന്നും പറയരുത്. നമുക്ക് ഒരിക്കലും ഒരാളുമായിട്ട് ഭാവിയിൽ സഹകരിച്ചു പോകാൻ പറ്റാത്ത, സ്നേഹപ്പെട്ടു പോകാൻ പറ്റാത്ത അത്രയും വലിയ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ അതങ്ങനെ പറയാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരാം. ചിലരുമായിട്ട് നമുക്ക് ഒരിക്കലും പിന്നീട് സഹകരിക്കാനോ അവരെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ അവർക്ക് നമ്മെ സ്നേഹിക്കാനോ ഒന്നും കഴിയാത്ത ചില സന്ദർഭങ്ങൾ ചിലരുടെ ജീവിതത്തിൽ ഉണ്ടാകുമായിരിക്കാം. പക്ഷെ അങ്ങനെ വന്നാൽ പോലും അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതൊന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ചിലരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മളത് കഴിയുന്നിടത്തോളം അതങ്ങ് അനുവർത്തിച്ചാൽ മതി. അങ്ങനെ ചിലപ്പോൾ മാറ്റി നിർത്തേണ്ട ആളുകൾ ചിലരുടെ ജീവിതത്തിലും ഉണ്ടായി എന്ന് വരാം. പക്ഷേ അപ്പോൾ പോലും നമ്മൾ ഇങ്ങനെ പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നുമില്ല. വാക്പ്രയോഗങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. നമ്മൾ ഏത് വൈകാരിക നിമിഷങ്ങളിലും വികാരവിക്ഷുബ്ധരായി നിൽക്കുന്ന സന്ദർഭത്തിൽ പോലും നമ്മുടെ വാക്കുകളെ നമ്മൾ വളരെ അളന്ന് തൂക്കി വേണം ഉപയോഗിക്കാൻ. വാക്കുകൾ എപ്പോഴും നമ്മൾ വളരെ കരുതലോടെ വേണം ഉപയോഗിക്കാൻ.